ഹായ്, നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂരിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ നോട്ടീസ് അടിച്ചിരിക്കുകയാണ്, കണ്ടില്ല? കിടിലൻ വിലയിൽ തകർപ്പൻ ഓണം ഓഫർ. ഒരുപാട് ഓഫറുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഇന്നലെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഷോപ്പ് ഇനാഗ്രേഷന് വേണ്ടിയിട്ട് എറണാകുളം പോയപ്പോൾ നമുക്ക് ഒരു 2-3 ഷോപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫർണിച്ചർ ഷോപ്പിലൊന്ന് കയറുണ്ടായി. നല്ല വലിയ ഷോപ്പാണ്, ഷോപ്പിൻ്റെ പേരൊന്നും നമ്മൾ പറയുന്നില്ല. ഞാൻ ഓഫറിൽ 6990 വയ്ക്കുന്ന സെയിം ക്വാളിറ്റി സെയിം സാധനം, പാർട്ടിക്കൽ ബോർഡ് നമുക്ക് അറിയാലോ, വില കെട്ടി ഞാൻ ഞെട്ടിപ്പോയി. ഈ 6990 പറഞ്ഞ ഈ സാധനത്തിന്, സെയിം സാധനത്തിന് ഒരു ഷോപ്പിൽ 19900, ഇനിയൊരു ഷോപ്പിൽ 39000 ഒക്കെ പറഞ്ഞു. ഈ 39000 പറഞ്ഞ ഷോപ്പിൽ നമ്മൾ വെച്ചു ഡെലിവറി കിട്ടുമോ ചോദിച്ചപ്പോൾ ഡെലിവറി ഒന്നുമില്ല, വണ്ടിക്ക് എത്രയാവും ചോദിച്ചപ്പോൾ അത് വണ്ടിക്കാരൻ പറയും കമ്മച്ചമാണ്. അപ്പോൾ എറണാകുളം മാർക്കറ്റിലെ വിലകൾ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാനൊരു സെറ്റ് കാണിച്ചു തരാം. നമ്മൾ നാടൻ തേക്കിന് നമ്മൾ ഓഫറിൽ ഇത് കൊടുക്കുന്നത് 29900 ഇത്. ഡിപ്പോ തേക്ക് തന്നെ നമുക്കൊരു 39900 വരുള്ളൂ. അവിടെ നാടൻ തേക്ക് HR എന്നല്ലത്തെ സാധാ പ്രൊഡക്റ്റിന് വില പറഞ്ഞത് 47000 രൂപ. ഡിപ്പോ തേക്കൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ 1 ലക്ഷത്തിന് മുകളാവും. എറണാകുളം സംബന്ധിച്ച് അവിടെ നമ്മുടെ ഇവിടത്തെക്കാട്ടും റേറ്റ് കൂടുതലാണ്, നമ്മളെ എല്ലാ സാധനങ്ങൾക്കും കൂടുതലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ കൂടെയുള്ളൊരു സുഹൃത്ത് പറഞ്ഞു, വെറുതെ എല്ലാ വീഡിയോ കണ്ട് എറണാകുളം തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്നതെന്ന്. സത്യത്തിൽ ഓഫർ കണ്ട് എല്ലാ ആളുകളും വീഡിയോ കൊണ്ട് പോകലുണ്ട്. ഈ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് എടുത്ത് പോകുമ്പോൾ ഈ ഓഫറിൻ്റെ ഐറ്റംസ് ഇല്ല, ഓഫർ ഒരു അട്രാക്ഷൻ മാത്രമായി മാറുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ കേട്ടോ. കാരണം നമ്മൾ കണ്ടോ, ഈ 8000 രൂപ 7990 കണ്ടോ, 7990 15 വർഷം വാറണ്ടിയുള്ള ബെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഈ ബെഡ് ഉണ്ടാവും. നമ്മൾ എത്ര പീസ് വേണമെങ്കിലും സ്റ്റോക്ക് കഴിഞ്ഞാൽ ബാക്കപ്പ് നമ്മൾ ചെയ്യലുണ്ട്, ബുക്കിംഗ് എടുക്കുന്നുണ്ട്. കണ്ടോ, അത് ഓഫറുകൾ ലഭിക്കാൻ 2 ആഴ്ച മുമ്പേ ബുക്ക് ചെയ്യാൻ ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ബുക്കിങ്ങിൽ ഓഫർ എടുക്കുന്നത് വളരെ റെയർ സ്ഥലങ്ങളിലേ ഉള്ളൂ. ഈ ഓഫറൊക്കെ ഇടുന്ന ഒരു ഷോറൂമിൽ നമ്മൾ പോയപ്പോൾ അതിൻ്റെ ഒരു ചൂരുമില്ല. സെയിൽസ്മാൻമാർ, നമ്മൾ ഈ ഫീൽഡാണോ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ നോക്കിയപ്പോൾ മുഖത്തിൽ പോലും നോക്കുന്നില്ല. ഒരു ഫാമിലി പോലെ ഒരു ടീം വരുമ്പോൾ അവരൊന്ന് ചിരിച്ച് അത് എടുക്കുന്നുള്ളൊരു ആളെ നോക്കി വെരിഫിക്കേഷനാണ്. ഞാൻ നമ്മളെ സെയിൽസ്മാൻമാരടുത്തും പറയലുണ്ട്, ചിലപ്പോൾ മുണ്ടെടുത്ത ആളായിക്കോട്ടെ പാൻ്റ് എടുത്ത ആളായിക്കോട്ടെ, നമുക്ക് അവരൊരു സ്റ്റൂൾ എടുക്കാൻ വന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാ സമയത്തും എല്ലാ മനുഷ്യന്മാരും ഒരേപോലെ ആയിരിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ സമയത്ത് സെയിൽ ചെയ്യാൻ വേറെ എന്തെങ്കിലും കസ്റ്റമർ ഡെലിവറിയോ കാര്യങ്ങളോ എന്തെങ്കിലും ചിന്തിക്കാൻ വെച്ചാൽ വേറെ സെയിൽസ്മാനെ ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ അവരെ നമ്പർ വാങ്ങിയിട്ട് പിന്നീട് വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കലുണ്ട്. ഞങ്ങൾ 4 ഷോപ്പിലാണ് ഇപ്പോൾ കയറിയത് കേട്ടോ. 4 ഷോപ്പിൽ നമ്മൾ 2-3 മണിക്കൂർ എടുത്തിട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ ഇത് ഫില്ല് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ടൈം എടുത്ത് നോക്കി 4 ഷോപ്പിൽ നോക്കിയപ്പോൾ ഒരു ഷോപ്പിൽ നമ്മൾ സ്വയം നോക്കണം, ആരൊപ്പം വെറുതെ ഇരിക്കുക, മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. നമ്മൾ 3 പേരായിട്ടാണ് ചെന്നത്. അപ്പോൾ കസ്റ്റമർ പോലെ ചെന്നാട്ടോ, നമ്മൾ കുറ്റം പറയുന്നില്ല. അതിലൊരു ഷോപ്പിലൊക്കെ ഭയങ്കര ഓഫറൊക്കെ ബെഡ്റൂം സെറ്റ് ഉണ്ട്. ചോദിച്ചപ്പോൾ അതൊക്കെ ഓഫർ ഇട്ട് അപ്പം തന്നെ പോയി എന്നൊക്കെ പറയുന്നു. എന്താ ഏതാണെന്നൊന്നുമില്ല. ഒരു ഭയങ്കര വലിയ ഷോറൂമുകൾ കോടികൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള എക്സ്പെൻസ്. പിന്നെ ഞാൻ ഈ 5900 ബെഡൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയാണ് ഹോസ്റ്റൽ സിംഗിൾ ബെഡാണോ. നമ്മൾ ഫാമിലി ബെഡ്, ഞാൻ വെറുതെ ബെഡിൻ്റെയൊക്കെ വില വെച്ചപ്പോൾ കിളി പോയി. അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ട്, അപ്പോൾ ഒപ്പമുള്ളവർ പറഞ്ഞു, വെറുതെ അല്ല എൻ്റെ വീഡിയോ കണ്ട് ഇത്ര ദൂരെ നിന്ന് ആൾക്കാർ വരുന്നത്. അതായത് നമ്മളെ 1 ലക്ഷം ഉറുപ്പ്യക്ക് എടുക്കുന്ന സാധനം അവിടുത്തെ നാട്ടിലെടുക്കുമ്പോൾ 4 ലക്ഷം 5 ലക്ഷം ആവും. സർവീസ് തീരെയില്ല. ഈ 4 ഇരട്ടി കൊടുത്താലും സർവീസ് തീരെ കിട്ടുന്ന ആളുകളുണ്ടാവും കേട്ടോ, വിരലിൽ ഉണ്ടാവുന്നത്. എല്ലാവരും അങ്ങനെയല്ല പറയണത്. നമുക്ക് ഇന്നലെ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് ജെന്വിനായിട്ട് ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് ഇവിടുന്നായിട്ട് അങ്ങോട്ട് വേണ്ടല്ലോ, പെട്ടെന്ന് ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റായിരുന്നു ആൾക്ക്. അവിടെ ഒരു ചെറിയൊരു വാൾഡ്രോബിന് പെട്ടെന്ന് ആവശ്യമുണ്ട്. ആളൊരു കസിന് അവിടെ പെട്ടെന്ന് കൊടുക്കാനാണ്. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് മെട്രോയിൽ വെച്ചു. അപ്പോൾ 2 ഡോർ അലമാറ
നമ്മൾ ഇതാ ഞാൻ ഇതിൽ കാണിച്ചു തരാം. 2 ഡോർ അലമാര നമ്മൾ ഇട്ടിരിക്കുന്നത് 4990. അവിടെ ഒരു 1 കൂടിയെന്നുള്ളൂ. 14,900 15,500 പറഞ്ഞു. 15,500 ഡെലിവറി ഇല്ല. അപ്പോൾ അത് വേണമെങ്കിൽ എടുത്താൽ മതി വെച്ചിട്ടായിരുന്നു. കസ്റ്റമർ സംസാരിക്കണു, തിരക്കൊന്നുമില്ല. അത് കഴിഞ്ഞു. പിന്നെ ഒരു ഷോപ്പിൽ ചെന്നപ്പോൾ സെയിൽസ്മാൻ ഇരിക്കണു. ഇങ്ങനെ ഇരിക്കണമല്ലോ, ഞാൻ കുറ്റാക്കി പറഞ്ഞല്ല, ഏത് ഷോപ്പെന്ന് പറയുന്നില്ല. നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളല്ല വേറൊരാൾ ചോദിക്കുമ്പോൾ എണീക്കണില്ല, എന്തോ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കണം. നോക്കിക്കോളൂ, ഓക്കെ ഇത് പറഞ്ഞിട്ട് കസ്റ്റമറൊക്കെ പോകും. അപ്പോൾ കസ്റ്റമറെ കറക്റ്റായി ഡീൽ ചെയ്താൽ കച്ചവടം ഇല്ല എന്നൊക്കെ പറയുന്ന സെയിൽസ്മാൻമാർ ശ്രദ്ധിക്കുക. നമ്മൾ വരുന്ന കസ്റ്റമറെ നമ്മൾ അത്രയും നന്നായി കയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് പ്രശ്നം കൂടി അവരെടുക്കും. ഞാൻ പറഞ്ഞുതരാണ്. ഇത് ഓണർമാർ കാര്യങ്ങൾ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. വരുന്ന കസ്റ്റമറെ പരമാവധി നമ്മൾ അവർ നോക്കാനായാൽ പോലും നല്ല രീതിയിൽ കാണിച്ചാൽ വരും. അല്ലാതെ മാർക്കറ്റിൽ വില പൊട്ടിച്ചു അവർ കുറച്ചു ഇവർ കുറച്ചു പറഞ്ഞിട്ടല്ലേ അറിയാം. അതൊക്കെ അവരവരുടെ നേക്കാണ്. കുറയ്ക്കണ കൂട്ടണമല്ല. നമ്മൾ ആദ്യം നല്ല സർവീസ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമ്മൾ പരമാവധി ഇവർ ശ്രമിക്കലുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും മിസ്സിങ് പറ്റാൽ നമ്മളെ അറിയിക്കാൻ പറയലുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ഓഫർ നിലവാരം കാണിച്ചത്. നമ്മുടെ ഭയങ്കര കുറവ് എന്നല്ല പറയണത്. ചിലപ്പോൾ ഇതിനും കുറവുള്ളതുണ്ടാവും. എവിടെ നിന്ന് എടുക്കണം എന്ന് ഉള്ളത് കസ്റ്റമറുടെ ചോയ്സാണ്. ഞാൻ പറഞ്ഞു മാത്രം. വില ദൂരേന്ന് 100-200 കിലോമീറ്റർ ദൂരേന്ന് ഇവിടെ നിന്ന് വന്നാൽ ലാഭം പറഞ്ഞതാണ്. അപ്പോൾ അത്രയും ലാഭ വ്യത്യാസമുള്ള കാരണം തന്നെയാണ് കസ്റ്റമർ വരുന്നതെന്ന് നമ്മൾ നേരിട്ട് ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇതേപോലെ കണ്ണൂർ, ട്രിവാൻഡ്രം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കസ്റ്റമറെ പോലെ പഠിക്കാറുണ്ട്. നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. ഓരോ കടയിൽ പോയാലും ഓരോ സെയിൽസ്മാൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ പഠിക്കും. അപ്പോൾ ചിലപ്പോൾ നല്ല പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ പ്രകടനം മാത്രമുള്ള ആളുകളുണ്ട്, ഓണേഴ്സ് ഉള്ളപ്പോൾ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടൊക്കെ. ഞാനൊക്കെ മുമ്പ് നമ്മൾ നിന്നിരുന്ന സ്ഥലങ്ങളിലും കാര്യങ്ങളിലും അനുഭവം വെച്ചിട്ട് പറയണം. അപ്പോൾ കാണുമ്പോൾ ഭയങ്കര പ്രകടനമൊക്കെ. നമുക്ക് റിസൾട്ടിലാണ് കാര്യം. 10 കസ്റ്റമറെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 10 കസ്റ്റമറിൽ എത്ര പേര് എടുത്തു എന്നാണ് കാര്യം. അപ്പോൾ 10 പേരെ കാണിക്കുന്നവൻ ഒരു ദിവസം കഷ്ടപ്പെട്ട് 10 പേരെ കാണിക്കുന്നവൻ സെയിൽസ്മാൻ എന്ന് പറയാൻ പറ്റില്ല. ഈ 10 പേരെ കാണിച്ചിട്ട് ആ 10 പേര് ഇടിപ്പിക്കുന്നവൻ, 10 പേരെ കാണിച്ചവൻ 10 ആളെ ഇറക്കി വിട്ട് ഒരു കച്ചവടം നടത്തിയില്ല, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു കച്ചവടം നടക്കുന്ന വെച്ചാൽ അത് നമുക്ക് സെയിൽ പറയാൻ പറ്റില്ല. പക്ഷേ 5 ആളെ കാണിച്ചുള്ളൂ വെച്ചാൽ ആ 5 ആളെ ഇടിപ്പിച്ച് അവൻ 100% സെയിൽസ്മാൻ ആയിരിക്കും. രാത്രിയും പകലിൽ നിന്നുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും. നമുക്ക് വേണ്ടി പുറത്തുനിന്ന് കസ്റ്റമറെ എടുത്ത് കൊണ്ടുവന്ന് തരുന്നുണ്ടോ, ഇല്ലെങ്കിൽ കസ്റ്റമർ ഷോപ്പിലേക്ക് വരുമ്പോൾ ആ കസ്റ്റമറെ പിടിപ്പിക്കണ്ടോ, അവരാണ് സെയിൽസ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ വെറുതെ നമ്മൾ വില ടാഗ് ചെയ്തിട്ടാൽ നമ്മൾ ഭാഷ അറിയാത്തവരും വെക്കാലോ. അവർക്ക് തന്നെ ഇഷ്ടമുള്ളത് നോക്കിയെടുക്കുക. സൂപ്പർ മാർക്കറ്റിന് രീതി പോലെ ഇടാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് അല്ല ഫർണിച്ചർ. അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണം. കുറച്ച് നമ്മൾ സ്ട്രഗിൾ ചെയ്യണം. ഓരോ കസ്റ്റമർ വരുമ്പോഴും നമുക്ക് കണ്ട അനുഭവമാണ് പറഞ്ഞു കേട്ടോ. എണീക്കാൻ അതായത് സംഭവം നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോഴോ കാര്യങ്ങളോ ഒന്നുമല്ല. മോർണിംഗ് സമയങ്ങളിലും വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ തന്നെയാണ്. ഭയങ്കര നമ്മൾ സ്റ്റൈലിൽ വന്ന് ഭയങ്കര ലക്ഷറി ആയി വരുന്ന ആൾക്കാർ നമ്മൾ മെയിൻറ്റ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള ആളുകൾ വരുമ്പോൾ മെയിൻറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെയൊന്നും ചെയ്യില്ല. സെയിൽസിൽ ചെറിയവന്നോ വലിയവന്നോ ഇല്ല, ആര് വന്നാലും അവരെ അറ്റൻഡ് ചെയ്യുന്നവനാണ് യഥാർത്ഥ നല്ലൊരു സെയിൽസ്മാൻ. നമ്മൾ പറഞ്ഞു മാത്രം, നമ്മൾ ഭയങ്കര വലിയ ആളായതുകൊണ്ട് പറയുന്നതല്ല, നമ്മൾ കണ്ട കാര്യങ്ങൾ പറഞ്ഞാണ്. ഈ ഒരു ഫർണിച്ചർ മേഖലയിൽ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ നന്നായിട്ട് ആളുകളുള്ള ഷോപ്പിൽ നല്ല രീതിയിൽ സെയിൽ നടക്കും. ഒരു പ്രൊഡക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും, ഒറ്റ പ്രൊഡക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോ കാണിച്ചിട്ട് വരെ സെയിലുകൾ നടത്താൻ പറ്റും. നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും ഉണ്ട്. ഒരു ഫോട്ടോ കാണിച്ചിട്ട് വലിയ സെയിലുകൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമറോട് സംസാരിച്ച് അവർക്ക് കേൾക്കാനും അവർ പറയുന്നത് കേൾക്കാനും തയ്യാറുണ്ടെങ്കിൽ, നല്ലൊരു മനസ്സുണ്ടെങ്കിൽ അടിപൊളി സെയിൽ കിട്ടും. അപ്പോൾ പരമാവധി ആളുകൾ ഇപ്പോൾ ദൂരെ നിന്നൊക്കെ ഞാൻ എടുക്കുന്ന കാര്യം അങ്ങനെയൊന്നല്ല പറയണേ. അവിടുത്തെ പ്രൈസിങ് നമ്മുടെ പ്രൈസായി കമ്പയർ ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്നിട്ട് നമ്മൾ ഈ 6,900 കിട്ടുമ്പോൾ ആൾക്കാർ പറയും നമ്മുടെ നാട്ടിൽ ഇത്രയേ ഉള്ളൂ എന്ന് വെറുതെ പറയും. പക്ഷേ അവിടുത്തെ യഥാർത്ഥ വിലകളും മാർക്കറ്റുകളൊക്കെ അറിഞ്ഞ് പഠിച്ചിട്ട് തന്നെയാണ് നമ്മളൊരു വില ഇടുക. പിന്നെ നമ്മുടെ പ്രത്യേകത പറഞ്ഞാൽ 1-2 കസ്റ്റമർക്ക് വെറുതെ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ആളെ വരുത്തിയിട്ട് അത് കൊടുക്കാതെ ആസാക്കി വിടലല്ല. നമ്മൾ പരമാവധി ലക്ഷ്യം നമ്മുടെ ഫോളോവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കലാണ്. അപ്പോൾ വേണ്ട ആളുകൾ മുൻകൂട്ടി വന്ന് ബുക്ക് ചെയ്യുക. പെട്ടെന്ന് വന്നിട്ട് ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടണ്ടേ. അപ്പോൾ ശ്രദ്ധിക്കുക. ഓണായിട്ട് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂരിൽ വമ്പ ഓഫറാണ്. പിന്നെ പ്രത്യേക ഒരു കാര്യങ്ങൾ പറയാം, നമുക്ക് ആകെ 2 ഷോപ്പാണ് ഉള്ളൂ. ഒന്ന് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മയിൽവാനം കമ്മ്യൂണിറ്റിയുടെ ഓപ്പോസിറ്റാണ് കേട്ടോ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്. അവിടെ ഞാൻ ഉണ്ടാവും.
പിന്നെ നമ്മുടെ ഇനിയൊരു ബ്രാഞ്ച് വരുന്ന ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി KGM ഓഡിറ്റോറിൻ്റെ അടുത്ത്. അതിൻ്റെ പേര് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടെന്നാണ്. വടക്കാഞ്ചേരി, പുന്നമ്പാറമ്പ്, തൃശ്ശൂർ, പൂങ്കുന്നത്തിന് വരുന്നവർക്ക് വെട്ടിക്കാട്ടിരി പോവാം. വെട്ടിക്കാട്ടിരി അവിടുന്ന് 4.5 കിലോമീറ്റർ ഷൊർണൂർക്കുള്ളൂ. 2 ഷോപ്പിലും വന്ന് അടിപൊളി എടുക്കാം. ബെഡുകളും അതേപോലെ തേക്കിൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഫാക്ടറി വിലയ്ക്കാനുള്ളത് ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം. വെറുതെ വീഡിയോകൾ കണ്ട് കമ്പയർ ചെയ്യല്ലേ. വീഡിയോകൾ കണ്ട് കമ്പയർ ചെയ്യുമ്പോൾ 1 രൂപയ്ക്ക് പ്രൊഡക്റ്റ്, 2 രൂപയ്ക്ക് പ്രൊഡക്റ്റ് ഇതൊക്കെ കാണും. അതൊന്നും കിട്ടണമെന്നില്ല. നമ്മളെ വീഡിയോ പറഞ്ഞാൽ ഞാൻ തന്നെ ചെയ്യുന്നു, ഞാൻ തന്നെ സെയിൽ ചെയ്യുന്നു, നമ്മളിവിടെ വന്നാൽ കാണുകയും ചെയ്യാം. ഓക്കെ, അല്ലാതെ 3300 വീഡിയോസ് ഈ 8 വർഷമായിട്ട് ഇതിൽ വെറുതെ ചെയ്യുന്നതല്ല, ചെയ്ത് പോകണമല്ല, നമ്മളിവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക, നല്ല ഓഫറുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കിടിലൻ ഓഫറുകൾ. നമ്മുടെ പേരിന് സാമ്യം കണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഷോപ്പാൻ തെറ്റിദ്ധരിച്ച് പോയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, നിങ്ങളുടെ അവിടെ കണ്ടു, മറ്റേ കേരളത്തിന് പുറത്തും കേരളത്തിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടല്ലോ. അതൊന്നും നമ്മുടെ അല്ല കേട്ടോ. നമുക്ക് ആകെ ഷൊർണൂരാണ് ഓഫീസുള്ളത്. പിന്നെ നമ്മുടെ ബ്രാഞ്ച് ഉള്ളത് ഇവിടുന്ന് 4.5 കിലോമീറ്റർ മാറിയിട്ട് വെട്ടിക്കാട്ടിരി. 2 സ്ഥലത്തുള്ളൂ. നമ്മുടെ പേര് നിലമ്പൂരിൽ നിന്ന് വരാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് നിലമ്പൂരിലുള്ള ഫാക്ടറി ഉണ്ട്, അവിടെ നിന്ന് ഉണ്ടാക്കണം. അല്ല അവിടെ സെയിലോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കിവിടെ ഓർഡർ ഉള്ളത് അവിടെ ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേണ്ട ആളുകൾ വരിക. കിടിലൻ പ്രൈസിൽ ഐറ്റങ്ങൾ കിട്ടും. നിങ്ങൾ കുറേ ഷോപ്പിൽ നോക്കിക്കോളൂ, 3-4 ഷോപ്പിൽ ജെനുവിൻ ആയിട്ടുള്ള വിലകൾ. സ്റ്റോക്ക് ഇല്ലാത്തൊരു പ്രൊഡക്റ്റിൻ്റെ വിലയൊന്നും വിശ്വസിക്കരുത്. നമുക്ക് ഇപ്പോൾ ഈ ഡ്രസ്സിങ് സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് 500 രൂപയും പറയാം. അതൊരിക്കലും തരാഞ്ഞാൽ പോരെ. അപ്പോൾ ആ കിട്ടുന്നതാണോ എന്ന് വെരിഫൈ ചെയ്യുക. കിട്ടാത്ത വിലകൾ പറയാറുണ്ട്. 1000 രൂപയ്ക്ക് അലമാര കിട്ടാണ്ട് വീഡിയോയിൽ പറയും. അത് ചിലപ്പോൾ ആദ്യം തന്നെ 2 പേർക്കോ 1 പേർക്കോ അല്ലെങ്കിൽ EMI എന്തെങ്കിലും ആയിരിക്കും. ഇവിടെ നിന്ന് വാദിച്ച് പോവും, എന്നിട്ട് അവിടെ നിന്ന് ഇതാക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ അതിന് ശ്രദ്ധിക്കണം. ആഡുകളും പല രീതിയിലുണ്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ബ്ലോഗർമാർ, യൂട്യൂബർമാർ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പല ഐഡിയയും ചെയ്യും, പെയ്ഡ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ ഒരുപാട്. അപ്പോൾ ഇത് നല്ല ഏത് പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുമ്പോഴും ഓടിച്ചാടി നമ്മൾ ചിന്തിക്കാതെ, ഞാനിപ്പോൾ ഇതിന് 1000 പറഞ്ഞിട്ട് ഇതിനും ക്വാളിറ്റി കുറഞ്ഞ സാധനം 10,000 രൂപയ്ക്ക് വിറ്റിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പറയുന്ന വിലകൾ, അതിൻ്റെ മൂല്യം, അതിൻ്റെ ക്വാളിറ്റി നന്നായി വീഡിയോ സ്റ്റഡി ചെയ്തിട്ട് എടുക്കുക. ഒരു എക്സ്പെർട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ഇത് പ്രൊഡക്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഗുണം ഉണ്ടാവും. പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോ. ഓക്കെ, താങ്ക് യു.